Why everyone was speaking Malayalam? ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് എടുക്കാൻ പാടില്ല. ആരാടാ അത്? ഞാൻ എടുത്ത് പോയി എറിയാണ്. ഹായ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ബേപ്പൂർ ഫെസ്റ്റിന് വന്നപ്പോൾ പാർക്ക് ചെയ്യാൻ വേണ്ടി കിട്ടിയ സ്ഥലം ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വലിയൊരു മൈതാനത്തിൽ തന്നെ എല്ലായിടത്തും പാർക്ക് ചെയ്യണം എല്ലാവരും. പിന്നെ അതേ കണ്ടില്ലേ, ബാക്കിൽ റോഡുണ്ട്, അവിടെ ഫുള്ള് ബ്ലോക്കാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം, പക്ഷേ അവിടേക്ക് പോയി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ ഒരു കൂട്ടുകാരൻ തന്നെ മുന്നിൽ പോകുന്നുണ്ട്. ഫോനോട് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ബ്ലോക്കാണ്, അപ്പോൾ അങ്ങോട്ട് വണ്ടി കൊണ്ട് പോകണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇപ്പോൾ വണ്ടി ഉണ്ടാവുക. ഇത് വലിയൊരു ഗ്രൗണ്ടാണ്. ഇപ്പോൾ ഇവിടെ അസിസ്റ്റൻസിന് പോലീസൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് പോലീസുകാരൊക്കെ ഉണ്ട്. ഇതാണ് സാങ്കല്പിക കഥാപാത്രം ഉണ്ണിമോളാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു ഫെസ്റ്റ് വന്നിട്ട് കാണാതിരിക്കാൻ പോകരുത്. ഭയങ്കര തിരക്കാന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പോകാതിരിക്കണൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ലൊരു ഫെസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ പോകണം, എന്നാലല്ല അത് വിജയിക്കുള്ളൂ. അല്ലേ സിത്തു? സിത്തുന്ന് അടിപൊളിയായിട്ടാണ്, നല്ല അടിപൊളി കളറ് ചുരിദാർ, നല്ല സൂപ്പർ, നല്ല സുന്ദരിയായി ഒരുങ്ങി. ഓക്കെ, അതായത് എല്ലാവരും വ്ളോഗ് ചെയ്യണം കേട്ടോ, അപ്പോൾ കുറേ സൗണ്ടുകളൊക്കെ കേൾക്കും. പിന്നെ ഇത്രയും തിരക്കുണ്ടായതുകൊണ്ട് കുട്ടൻ്റെ സംശയം എന്താണെന്നറിയോ, ഇത്രയും ആൾക്കാർക്ക് തിന്നാനുള്ള ഫുഡ് അവിടെ ഉണ്ടാവും അല്ലേ? എന്താണ് ചുറ്റിലും ആളാണ്, ഇത്രയും ആൾക്കാർക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. കുട്ടനാകെ പോരാ ഫുഡ് ഫെസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ടാണ്. നിങ്ങളിത് ഫ്രണ്ട് സെൽഫി ഇതാണിപ്പോൾ ബേപ്പൂർ ഫെസ്റ്റ് കണ്ടിട്ട് തിരിച്ചു പോണ ബേപ്പൂർ ബസ് സ്റ്റാൻഡിലെ അവസ്ഥ. ഇത് തിരക്കാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് വലിയ വണ്ടികളൊന്നും കടത്തി വിടുന്നില്ല. അപ്പോൾ എല്ലാവരും ബസ് കയറിയിട്ട് ഇവിടെ വന്ന് ഇറങ്ങുകയാണേ. ഇവിടുന്ന് തിരിച്ചു പോണതും ബസ്സിൽ തന്നെയാണ് കേട്ടോ. നമ്മളിതേപോലെ ഒരു ബസ്സിൽ കയറിയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ബേപ്പൂർ ഫെസ്റ്റിൻ്റെ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബേപ്പൂരിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി ബേപ്പൂർ ഫെസ്റ്റ് കാണാൻ വേണ്ടി ഇനി നടക്കണം കേട്ടോ. ഞാനും ചുറ്റും കൂടെ ഇങ്ങനെ നടക്കണം. ഭയങ്കര തിരക്കാണ്. ജിയും ചാരും ഉണ്ണിമോളും കുട്ടനും അഞ്ചൊക്കെ മുന്നിൽ നടക്കുന്നുണ്ട്. ഇത് അമ്മ പോകുന്നു, ഞങ്ങൾ രണ്ടാളും ഇതാ നടക്കണേ. ഭയങ്കര തിരക്കാണ്, ഒരു രക്ഷയില്ല ഉണ്ടല്ലോ. ഇപ്പോൾ ഇവിടുന്ന് കാണുന്നതാ ഇങ്ങോട്ടാണ് സീപോർട്ടിലേക്ക് പോണ റോഡ് കേട്ടോ, ആ ഭാഗത്തേക്കാണ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസുകാരെ സേവനം അത് ഭയങ്കരം തന്നെ കേട്ടോ. അവർ രാവിലെ മുതൽ കഷ്ടപ്പെടണ്ടാവും. ഇനി എത്ര മണി വരെ കഷ്ടപ്പെടുമെന്ന് അറിയില്ല, പക്ഷെ അവരുടെ സേവനം അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ ജങ്കാറൊക്കെ വരുന്ന സ്ഥലം കേട്ടോ. അപ്പുറത്തുനിന്ന് ജങ്കാർ വന്ന് ഇപ്പുറത്താണ് നിർത്താം. പിന്നെ അവിടെ ആ ജങ്കാറിൻ്റെ സർവീസ് കാണാണ്ട് എത്രത്തോളം സക്സസ് ആവും ഇന്നത്തെ ജങ്കാർ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. തോന്നുന്നു ഇത് ജങ്കാർ സർവീസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കാത്തിക്കുന്ന ആളാണ് തോന്നണേ. അതായത് ഇവർ ഇവിടുന്ന് കാത്തുനിന്നിട്ട് ആ ജങ്കാറിൽ അവിടെ കയറിയിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക്, അതായത് ചാലിയത്തിലേക്ക് പോവാൻ, ചാലിയത്തേക്ക് അവിടെ കണ്ടോ, അതിൻ്റെ അപ്പുറത്തുണ്ട്. അവിടെ ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയുണ്ട്, രണ്ട് സൈഡിലായിട്ടാണ് നടക്കുന്നത്. ജങ്കാറിൻ്റെ ഇവിടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ നിവർത്തിയൊന്നുമില്ല, നല്ല തിരക്കിങ്ങനെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ ഫെസ്റ്റുകളൊക്കെ വാട്ടർ ബോട്ടുകളൊക്കെ പോകാൻ പറ്റും. പൈസ കൊടുത്തിട്ട് കയറാൻ കിട്ടും. വാട്ടർ ബോട്ടിൻ്റെയൊക്കെ സർവീസ് ഇവിടെയാണുള്ളത്. പിന്നെ അതാ കണ്ടോ അവിടെ പോണ ആ കപ്പലുകൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഒക്കെ ഇപ്രാവശ്യം പറ്റും. ഇതാണ് ജങ്കാർ. ഈ ജങ്കാർ ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് പോകണതാണ്. ശാലിയം പോവും, അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതാണ്. അപ്പം ഇന്ന് കംപ്ലീറ്റ് ഫുള്ളാണ്. അപ്പം നമ്മൾ അവിടുന്ന് വരുമ്പോൾ കണ്ട ആ ഒരു ക്യൂ മൊത്തം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള ആൾക്കാരായിരുന്നു. പിന്നെ ഇത് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് കയറുന്നതാണ് തോന്നുന്നത്. നോർമലി നമ്മൾ ഈ ജങ്കാറിൽ വണ്ടിയും ആളെയും കൂടെ കയറ്റിയിട്ടാണ് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും സർവീസ് നടത്താം. പക്ഷെ ഇന്ന് ആളെ മാത്രം കയറുമ്പോൾ തന്നെ ഇത് നിറയും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ആളെ മാത്രം കയറ്റിയിട്ടാണ് ജങ്കാർ സർവീസ് ഉള്ളത്. ശരിക്കും നമ്മൾ ഈ നടന്നിരിക്കണ അവിടെ ഒരു കവാടം കാണുന്നുണ്ട്. ജസ്റ്റ് ആ കവാടം വരെ നമ്മൾ നടക്കണം. എന്നാൽ ഇത് പിടിച്ച നമ്മൾ ആ കവാടം കണ്ട് ഈ
കവാടം വരെ നമ്മൾ നടക്കണം. ചീച്ചില് സാധനമുണ്ട് താഴത്ത്, ഇങ്ങനെ ചീച്ചിലാണത്. എന്താ ഇത് ഭയങ്കര ചീച്ചിലാണ്. ഇവിടെ ഇതേപോലെ തന്നെ ഇവിടെ ചുമരൊക്കെ നല്ല ഡിസൈൻ ചെയ്ത് കളർ ചെയ്തിട്ടുണ്ട്. മീൻ പിടിക്കുന്ന ബോട്ടുകളൊക്കെ അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടേ. ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്നവർക്കുള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കാറ് കൊണ്ട് ഒരുപാട് ദൂരം ഉള്ളിലേക്ക് വരരുത്. വരികയാണെങ്കിൽ തന്നെ ഇതിൻ്റെ മുന്നേ തന്നെ ചെറുവണ്ണൂർ ഭാഗത്തൊക്കെ ഒരുപാട് പാർക്കിംഗ് ഗ്രൗണ്ടുകളൊക്കെ ഒരു കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ വണ്ടി ഇടുക. പിന്നെ ബൈക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് വരെ വരും. ബേപ്പൂർ പോലീസ് സ്റ്റേഷനുണ്ട് ഹാർബറിൻ്റെ അടുത്തുള്ള. അവിടെ അതിൻ്റെ ബാക്കിലാണ് പാർക്കിംഗ് കൊടുത്തിരിക്കുന്നത്. അവിടെ വരെ വരാൻ പറ്റും. അപ്പോൾ കഴിയത് 2 ആൾക്കാരൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ബൈക്കിൽ വരികയായിരിക്കും സൗകര്യം. ഫുൾ ക്രൗഡ് മാത്രം. ഫയർഫോഴ്സ് മത്സര ട്രാക്കിലും പോലീസിനെ രക്ഷപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. ഇതാണ് നമ്മുടെ ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിൻ്റെ നമ്മുടെ ബേപ്പൂർ ഭാഗത്തുള്ള ഈ ഭാഗത്തുള്ള എൻട്രൻസ് കേട്ടോ. ഇവിടെയാണ് എൻട്രൻസ് വരുന്നത്. ഇതിന് മുന്നിൽ ഇങ്ങനെ ഒരുപാട് കടകളൊക്കെ കിട്ടുന്നത്. അതൊക്കെ പെയ്ഡ് ബോട്ട് സർവീസ് ആവുന്നുണ്ടോ. നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ചെറിയൊരു ഹാൾട്ട് ഉണ്ട്. ഇതെന്തിൻ്റെയാ? അതെ, ഇതല്ല ശരിക്കും നമുക്ക് അവിടേക്കാണ് പോകേണ്ടത്. ഉണ്ടോ? പിന്നെ ഇത് പറഞ്ഞാൽ അവിടെയാണ് ചാലിയം. അവിടെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കടകളുണ്ട്. ഈ നമ്മൾ കാണുന്ന വെളിച്ചതാ ഇതിൻ്റെ അപ്പുറത്ത് വലിയൊരു അല്ലേ, അവിടെ മൊത്തം ബീച്ചിൻ്റെ സൈഡിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. അവിടെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട് അവിടെ. എല്ലാ സജ്ജീകരണങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് പരിപാടി നടക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ആളുകൾക്ക് നിൽക്കാനുള്ള സൗകര്യമില്ല. ഓക്കെ, ആ സ്ഥലത്തൊന്നും ഉണ്ടോ ഒന്നും മൂവ് ചെയ്യാനേ ആൾക്കാർക്ക് പറ്റണില്ല. അത്ര തിരക്കാണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇവിടെ അതേപോലെ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നുണ്ട്. ആടൊന്നും അടിയിൽ കാലം ആടിന് മാത്രം യാതൊരു വിധ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ ഇങ്ങനെ തുഴയായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ആളുകൾ കൈയടിക്കുന്നുണ്ട്. എന്തോ ഒരു മത്സരം ഇവിടെ നടന്നായിരുന്നു. അതാ വരണം, അവിടുന്ന് കുറേ വരുന്നുണ്ട് ഇങ്ങോട്ട്. ശരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ച് വന്നായിരുന്നു. പക്ഷെ എന്താ അവസ്ഥ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇഞ്ച് അനങ്ങാൻ പറ്റാത്ത അത്ര തിരക്കാണ്. അവരൊക്കെ ഇവിടെ നിന്ന് എന്തോ തിന്നുണ്ട്. അമ്മ ഒന്ന് ലോട്ടറി എടുത്ത് അടിക്കും. കാരണം എന്താ അറിയോ, ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ അമ്മയ്ക്ക് ഇരിക്കാനൊരു സീറ്റ് കിട്ടി. അതാണ് അമ്മ അവിടെ ഇരിക്കുന്നത്. കണ്ടില്ലേ? അതുകൊണ്ട് അതൊക്കെ പെയ്ഡ് സർവീസുകളാണ്. അത് എങ്ങനെ സർവീസ് നടത്തണമെന്നുള്ള അറിയില്ല. ഒത്തിരി വെള്ളം അതൊക്കെ തന്നെ കാര്യമായിട്ട് ഇവിടെ ഉള്ളത്. ചാരു ഇവിടെ വന്നിട്ട് മണ്ണ് കളിക്കുക. ഇത്രയും സ്ഥലത്ത് വന്നിട്ട് ഇത്രയും ക്രൗഡ് അപ്പുറത്തുണ്ട്. അവിടുന്ന് ഒരു സ്ഥലം ഒഴിച്ചിട്ടിരിക്കുക മണ്ണ് കളിക്കാനായിട്ട്. ആരും മണ്ണ് കളിക്കണം. ആരും ഇതൊക്കെയാണ് ഇഷ്ടം. ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വടായി പറഞ്ഞ ഇവിടെ ഇരിക്കുകയാണ്. നമ്മൾ പോകണമെന്നാണ് വിചാരിച്ചത്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ID എന്നൊക്കെ പറഞ്ഞ് വടായി അറിയില്ല. വേറെ നിവൃത്തിയില്ല, അവിടേക്ക് പോകാനുള്ള വകുപ്പില്ല. അത്രയും തിരക്കാണ്. അവിടെ സ്റ്റെപ്പ് ഉണ്ട് എനിക്കും അറിയാം. പക്ഷെ ഇവിടുന്ന് അവിടെ എത്തണ്ടേ. ഒരുപാട് നേരത്തെ ഡിസ്കഷന് ശേഷമല്ലേ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചത്. എന്തിനാണ് ഞങ്ങളില്ലേ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് അങ്ങനെ അങ്ങോട്ട് നടക്കാമെന്ന് തീരുമാനിച്ചു. എന്തായാലും വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വന്നു. ബസ് കയറി കഷ്ടപ്പെട്ടു അല്ലേ, ഒരുപാട് ദൂരം വന്നു. അപ്പം ഞങ്ങൾ അവിടെ വരെ ഒന്ന് പോയി നോക്കാൻ വിചാരിച്ചു. ആകെ ആ ഒരു വരിക വളരെ മെല്ലെ പോകണുള്ളൂ. പക്ഷെ എന്തായാലും പോയി നോക്കാം. എന്തായാലും ഇവിടെ വരെ വന്നില്ലേ. അപ്പോൾ അവിടെയാണ് വിനീത് ശ്രീനിവാസൻ്റെ ഗാനമേളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. പോയി നോക്കട്ടെ. നമ്മൾ അവിടുന്ന് കണ്ട അത്ര തിരക്ക് ഇവിടെ വന്നപ്പോൾ ഇല്ലല്ലോ അമ്മ. അവിടെ എന്തൊക്കെയോ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. കാണാൻ പറ്റില്ല, ക്യാമറ പിടിച്ചിരിക്കുകയാണ്.
ഇവിടെ എന്തൊക്കെയോ പരിപാടികളും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോലീസുകാരോടൊക്കെ ഇപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. നമ്മൾ അവിടുന്ന് കണ്ട പോലെ തന്നെ ഈ ഭാഗത്ത് നല്ല തിരക്കാണ്. വിനീത് ശ്രീനിവാസൻ്റെ പാട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും തിരക്കെന്ന് തോന്നുന്നത്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ള അറിയില്ലാണ്ട് കയറി കഴിഞ്ഞാൽ അങ്ങോട്ട് കയറണം ഉണ്ണി മോളെ. കയറണം, ഭയങ്കര റഷാണെന്ന് തോന്നുന്നത്. ആണല്ലോ, കുട്ടികളൊക്കെ നോക്കൂട്ടോ. അവിടെ ഉണ്ട് വരുന്ന ആ ഒരു ഭാഗം മാത്രമാണ് കുറച്ച് തിരക്കുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ആവുമ്പോൾ അങ്ങോട്ട് കുറച്ച് തിരക്ക് കുറവുണ്ട്. ഇതിപ്പം ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിൻ്റെ 4ാമത്തെ വാർഷികമാണ്. 4ാമത്തെ സീസണിലെ പരിപാടിയാണ്. ഇന്നത്തെ സമാപന ദിവസമാണ്. ഇന്നാണ് വിനീത് ശ്രീനിവാസൻ്റെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരുള്ളത്. ഈ സ്റ്റേജിലാണ് ഇനി സമാപന പരിപാടികളൊക്കെ നടക്കാൻ പോകുന്നത്. ഈ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാനില്ല. എനിക്ക് തോന്നുന്നത് ഒരു ഡ്രോൺ ഇത് കൂടെ പോകുന്നുണ്ട്. ഈ ഡ്രോണും എല്ലാം കൂടെ ഉള്ള പരിപാടിയായിരിക്കും ഇനി ഉണ്ടാവുക തോന്നുന്നു. ഏകദേശം ഞങ്ങളിവിടെ വന്ന് ഹാൾട്ടായി. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഇത്രയും ക്രൗഡ് നിൽക്കുകയാണ്. അവിടെയാണ് സ്റ്റേജ്. അതെ, ഇതാണ് മാക്സിമം ഒരു സാധാരണ പൗരന് വാട്ടർ ഫെസ്റ്റിന്റെ സമാപന സമ്മേളനത്തിന് ഇതുവരെ എത്താനേ സാധിക്കുള്ളൂ അല്ലേ? അപ്പൊ നമ്മളെ ഗസ്റ്റ് വരുവാണ് കേട്ടോ. എന്താ മുഹമ്മദ് റിയാസ്, വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ് ഒക്കെ ഉണ്ട് കേട്ടോ. സിനിമാനന്മാരുണ്ട് ഒരുപാട്. ഇതിന്റെ പിറകുവാണെങ്കിൽ പോവാം. ഒരുപാട് ആൾക്കാരുണ്ട്. ബേസിൽ ജോസഫ് ബേസിലുണ്ടല്ലേ ഫ്രണ്ടില് ഞാൻ കണ്ടില്ലോ. അവിടെ നിന്നാ മതിയെന്ന് അതേപോലെ ഗുണാക്കേവത്തെ മറ്റേ ഞാൻ അതല്ലേ പറഞ്ഞ പോണ്ടാന്ന്. ഇവിടുന്ന് കണ്ടില്ലേ? നമ്മള് സൈക്കിൾ ഫോട്ടോ എടുത്തില്ലേ? ഞാൻ അതല്ലേ പറഞ്ഞ എന്നോട് പോലീസുകാർ മന്ത്രിയെ വരിക സൈഡായി നിന്നോളി, എല്ലാരും ഒഴിവാക്കാണ്. നിങ്ങൾക്ക് നിക്കണമെങ്കിൽ ഇവിടെ സൈഡായി നിന്നോളിയാണ്. ഒരാൾക്ക് വിനീത് ശ്രീനിവാസനെയും അതേപോലെ ബേസിൽ ജോസഫിനും ഇവരെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഗസ്റ്റുകളൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോയിട്ടോ. അപ്പോൾ അവിടെ എനിക്ക് പരിപാടി നടക്കണത്. ഞങ്ങളില് സോബിൻ ഷാഹിർ, അതേപോലെ ബേസിൽ ജോസഫ്, പിന്നെ മുഹമ്മദ് റിയാസ്, അങ്ങനെ ഒരുപാട് നടന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെയാണ് നമ്മുടെ ഇവിടെ സമാപന പരിപാടിക്കുള്ളത്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ഇനി ഓരോ ഗാനമേളയൊക്കെ ഉണ്ട്. ചാരു തിന്നാത്ത ഉണ്ണിമോൾ അമ്മ ഐസ്ക്രീം വാങ്ങില്ല. അതെ, മീനുവിനും ചാരുനും കൂടെ നെല്ലിക്ക വാങ്ങാമെന്നു. ഇവിടെ ഉപ്പിലിട്ട നെല്ലിക്ക, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. പൈസ വേണ്ട, പൈസ വേണ്ട. ഇതാണ് നമ്മുടെ ഡ്രോൺ ഷോ നടക്കുന്നത്. നമ്മൾ കുറേ ലോങ്ങിലായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വ്യൂ ചെയ്യായിരുന്നു. ഇതൊക്കെ ചാലിയത്ത് വെച്ചാണ് മലയാളികൾ പോർച്ചുഗീസുകാരെ ആക്രമിച്ച് തോൽപ്പിച്ചത്. സഞ്ചാരികളുടെ വരവിൽ കേരളം തുടർച്ചയായി റെക്കോർഡ് സൃഷ്ടിക്കുന്ന കാലം കൂടുതൽ സഞ്ചാരികളെ നമ്മളെ ഡ്രോണിൻ്റെ ഇടയിൽ ഏതോ ഒരാൾക്ക്
ഒരാൾക്ക് അത്യാഹിതം സംഭവിച്ചിട്ട് ആംബുലൻസ് പോവാണ്. ഈ സർവീസ് ഇവിടെ ഭയങ്കര ഊർജിതമായിട്ടോ, ഭയങ്കര ഊർജ്ജസ്വലമായിട്ട് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ വന്നതിന് ശേഷം തന്നെ ഒരു 5 or 10 ആൾക്കാരെ കൊണ്ട് ആംബുലൻസ് പോകണം നമ്മൾ കണ്ടു. ഇത്രയും ക്രൗഡിൻ്റെ ഇടയിലും പോലീസുകാർ ഇതിന് നല്ല സൗകര്യമൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഇവർ കൊണ്ടുപോകുന്നത്. നമ്മളവിടെ ഇതൊക്കെ ഫെസ്റ്റ് കണ്ട് നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് പോലീസുകാർ ഇവിടെ കഷ്ടപ്പെടുന്നത് കണ്ടോ. ഇവർ കഷ്ടപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആംബുലൻസ് വരുന്നത്, പോലീസുകാർക്ക് ഇതൊന്നും ആസ്വദിക്കാൻ കഴിയില്ല. അവർക്ക് ജോലി എടുക്കാൻ മാത്രമേ കഴിയുള്ളൂ. നമ്മളിതൊക്കെ കണ്ട് ആസ്വദിക്കുമ്പോൾ പോലീസുകാർക്കും അതേപോലെ ഈ സന്നദ്ധ പ്രവർത്തകർക്കും പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ള പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. എന്തൊരു കഷ്ടമല്ലേ. ഡ്യൂട്ടി ആണെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ അവർ നിയന്ത്രിക്കുന്ന ആൾക്കാരായി മാറും. ആസ്വദിക്കാൻ കഴിയില്ലേ. അടുത്തെന്തോ വന്നേ നമുക്ക് നല്ലപോലെ കിട്ടുന്നുണ്ട്. ചന്ദ്രനെ കിട്ടുന്നുണ്ട്, അതേപോലെ ശുക്രനെ കിട്ടുന്നുണ്ട്. ശുക്രനാണ് ഇപ്പൊ പുള്ളി പോലെ കാണുന്നത്. പിന്നെ കുറെ ഡ്രോൺസ് പടക്കം പൊട്ടണത്. ഇത് ഡ്രോൺ വെച്ചിട്ടാണ് പടക്കം പൊട്ടണത്. അതല്ലേ ഓരോ ഡ്രോൺ ഓഫായി ഓണാവാണ്. കുറേ ഡ്രോണിന് ഒരുമിച്ച് നിൽക്കുകയാണ്. അതെങ്ങനെ ഓഫായി ഓണാവും കണ്ടാ. ഇപ്പൊ ഡ്രോണുകളൊക്കെ ഒരുമിച്ച് വരികയാണ്. ഡ്രോണുകൾ ഒരുമിച്ച് കൂടാണ്. കഴിഞ്ഞോന്നറിയില്ല നിഷോ. നിന്നോട് പറയണത് ലവ് ചിഹ്നാവുന്നാണ്. എന്ത് ചിഹ്നാവും? അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ഇനി നാളെ കാണാം. കണ്ടാ നമ്മൾ ഡ്രോണിൻ്റെ ഒക്കെ വീഡിയോ കഴിഞ്ഞ് ഇതാണ്ട ഇവിടെയൊക്കെ പേരും തിരക്കായി. ആളുകളൊക്കെ പോവാണ്. ഞങ്ങളെ പോലീസുകാർ ഒരുപാട് പ്രാവശ്യം ഇവിടുന്ന് ഓടിച്ചു. പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ നിന്നു. അതുകൊണ്ട് ഇത്രയെങ്കിലും ഡ്രോൺ കാണാനായി. ശരിക്കും ബേപ്പൂർ ഫെസ്റ്റിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം അവർക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേജിൻ്റെ ഒക്കെ ഒരു വ്യൂ ആണെങ്കിൽ LED സ്ക്രീനുകൾ 2-3 സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ബാക്കിയുള്ളവർക്കും കൂടെ കാണായിരുന്നു. ഇപ്പോൾ സ്റ്റേജും കാണൂല, ആളുകളെയും കാണൂല, ഒന്നും കാണൂല. നമ്മൾ നിൽക്കണ ഇവിടെ സ്റ്റേജ് കാണുന്നത് ഈ വീടേതാ, ഈ വീടിൻ്റെ അപ്പുറത്താണ് സ്റ്റേജ് ഉള്ളത്. എന്താ കാര്യം ആർക്കും കാണാൻ പറ്റില്ല. അതുപോലെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട്. ഇതാണ് ബേപ്പൂർ ഫെസ്റ്റിൻ്റെ തിരക്ക്. ഉണ്ടോ? ഇവിടെ ഭയങ്കര തിരക്കുണ്ട്. ആളുകൾക്കൊന്നും ഒരു ഭാഗത്തേക്ക് പോകാനുള്ളൊരു ഗ്യാപ്പില്ല. എങ്ങനെ വരണം, എങ്ങനെ പുറത്തേക്ക് പോകണം, അങ്ങനെയുള്ളൊരു ക്യൂവോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ശരിക്കും ഈ ഭാഗത്താണ് സ്റ്റേജ് വരുന്നത്. ആ ലൈറ്റ് കാണുന്ന ഭാഗമാണ് സ്റ്റേജ് വരുന്നത്. പാട്ടൊക്കെ പാടുന്ന അവിടുന്നാണ് വിനീത് ശ്രീനിവാസൻ. ബാരിക്കേഡിന്റെ ബാക്കിൽ കുറച്ച് കൊച്ചു കുട്ടികൾ പെട്ടതുകൊണ്ട് അവരെ സേഫാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ആ ഒരു പ്രയാസമാണ്. അത് കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് കാണാനും യാതൊരു ബുദ്ധിമുട്ട് സൗകര്യം ചെയ്തു കൊടുത്ത ആ വളണ്ടിയേഴ്സിനും നമ്മുടെ പ്രിയപ്പെട്ട പോലീസുകാർക്ക് നല്ലൊരു കൈയടി കൊടുക്കണം. കാരണം ആയിരക്കണക്കിന് ആളുകൾക്ക് പുഴയുടെ പൈതലം അന്നൊഴുകി കിട്ടിയ കണ്ണനാൻ നാടിനു മുഴുവൻ സ്വന്തമായി ജീവനിൽ വളരുന്നേ കുടിമീയുവാൻ മുകിലുകൾ അതിൽ മാറിയ ചുവരുകൾ നിനക്കൊരു കുടം കുളിരുമാ പുതുമഴ മണി മഴവരവാ ഞാൻ
ഇല്ലാതെ മതിൽ ചാടിയാണ്ട് ഇത് കൂടെ പോകും. അത്രയും തിരക്കാണ് കേട്ടോ. ഇപ്പോൾ ഈ മതിൽ പൊളിഞ്ഞു വീഴും. ഇത് പൊളിഞ്ഞു വീണ് കഴിഞ്ഞാൽ ആളുകൾക്ക് എന്തോരം പരിക്ക് പറ്റും. എന്തായാലും നമുക്ക് ഗാനമേള ഒന്നും കാണാൻ പറ്റിയില്ല. കാര്യം അത്രയും തിരക്കായിരുന്നു. അമ്മയും ഉണ്ണിമോളും ജിയും കൂടെ മുന്നിലേക്ക് കുറേ പോയി നോക്കിയിരുന്നു. ഇനി ഞങ്ങൾ അവരെ കാത്തിക്കാണ്. ഇത്രയും ആൾക്കാർ അതിൻ്റെ മുന്നിൽ കാണാനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കുറേ ആൾക്കാരുടെ വരുന്നുണ്ടല്ലേ. ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നോ എന്നാണ്. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു പരിപാടികളൊക്കെ. അപ്പോൾ സോബിൻ സാഹിർ ഇവരൊക്കെ കുറേ ആൾക്കാർ പോയി. പിന്നെ എന്തൊക്കെ പാട്ടുണ്ടെന്നുള്ള അറിയില്ല. പക്ഷെ കുറേ ആൾക്കാർ പോവുകയാണ് ഇപ്പോൾ. ചുറ്റും പൊടിയൊക്കെ അടിച്ചിട്ട് മൂക്കൊക്കെ കെട്ടിയിരിക്കുകയാണ്. അലർജി അല്ലേ? അങ്ങനെ ഗാനമേളയും പരിപാടികളൊക്കെ ഏകദേശം സെറ്റായി. ഞങ്ങളെല്ലാവരും തിരിച്ചു പോവുകയാണ്. അപ്പുറത്തെ സൈഡിൽ ചാലിയത്തിലും ഇതേപോലത്തെ പരിപാടി നടക്കുന്നുണ്ട്. ഏകദേശം സമയം 10 മണിയായി. എല്ലാവരും കഴിഞ്ഞ് പരിപാടിയൊക്കെ ഏകദേശം ആയിന്. പക്ഷെ ഗാനമേള നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും കൂട്ടം തെറ്റിയ ആളുകളെയൊക്കെ അറിയിക്കാനുള്ള അനൗൺസ്മെൻറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത ഫെസ്റ്റിനൊക്കെ വരുന്ന ആളുകൾ നോക്കുക. ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഏകദേശം 10 മണിയാകുമ്പോൾ തീരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 3 ദിവസം ഉണ്ടായിരുന്നു തോന്നുന്നു. പ്രാവശ്യം 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. MT മരിച്ചുകൊണ്ടുള്ള ആ ഒരു സമയം കൊണ്ടാണ് 2 ദിവസം ആക്കിയത്. ഇതാണ് നമ്മുടെ ഫുഡ് ഫെസ്റ്റിൻ്റെ സ്റ്റാളുകൾ വരുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി വെക്കണം. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. മുളസോട, കാടമുട്ട, അതേപോലെ മിയാമിയ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ. എന്തൊക്കെ മിയാമിയ എന്തൊക്കെ സാധനങ്ങളുണ്ട്. ഫുഡ് ഫെസ്റ്റിൻ്റെ ഇതിനുള്ളിലാട്ടോ ഇവിടെ ആയിട്ട് നല്ല ആളുള്ളത്. ഇവിടെ വന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം അടിപൊളിയായിട്ട്. നമുക്ക് ഇഷ്ടമുള്ള ഇവിടുന്ന് വാങ്ങാം. സുലൈമാനി ഗ്ലാസിൻ്റെ നൂഡിൽസ് ഉണ്ട്, ചോക്ലേറ്റ് ഡിപ്പുണ്ട്. ചിക്കൻ നൂഡിൽസ് ആണ്. നമ്മൾ ചിക്കൻ നൂഡിൽസ് ആണ് പറഞ്ഞത്. ചിക്കൻ നൂഡിൽസിന് 50 റുപ്യ ഈ ഒരു പ്ലേറ്റിന്. ചൂടുള്ള കഴിക്കട്ടെ, ചൂടുള്ള ചോക്ലേറ്റ് കഴിക്കട്ടെ, ചൂടുള്ള കഴിക്കട്ടോ. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം വമ്പ വൈബാട്ടോ. ഫുഡിൻ്റെ അടിപൊളിയാണ്. ഇതിനുള്ളിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അപ്പോൾ കുറച്ചൊക്കെ എല്ലാം കഴിച്ചാൽ നമുക്ക് വേണമെങ്കിൽ വയറ് നിറയ്ക്കാൻ പറ്റും. അമ്മ ഒരു ഫുഡിൻ്റെ സ്ഥലമാണ് ഇവിടെ. ചെമ്മീൻ ഫ്രൈ ആണ്. ഇത് പാൽക്കപ്പ. ഫിഷറീസ് വകുപ്പിൻ്റെ ഷോപ്പാണ്. ഇവിടെ കേക്ക്, ഓംലെറ്റ്, കാടമുട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ഓണിയോത്തപ്പാണ് പറഞ്ഞത്. 80 റുപ്യ ഒരു ഓണിയത്ത്. ഇപ്പോൾ ആ റോഡൊക്കെ നല്ലപോലെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. ഇവിടെ ഉള്ള ഒരു മരം ഉണ്ടാവില്ല, അതിൽ കുറേ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ സീപോട്ടിക്ക് പോണ വഴി. പക്ഷെ നല്ല അടിപൊളിയൊക്കെ ഉണ്ട്. അതിന് മുന്നിലുള്ള ആലൊക്കെ നല്ല സൂപ്പറായിട്ട് ലൈറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ആലൊക്കെ നല്ല അടിപൊളി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റോഡിൻ്റെ 2 സൈഡും നല്ല ലൈറ്റ് ചെയ്തിട്ടുണ്ട്.
ബസ് വരികയാണ്. ഓരോ ബസ് ഉള്ളിൽ കയറുമ്പോഴും അപ്പം തന്നെ ഫില്ലാവും. ആളുകൾ ഓടി ചാടി കയറുകയാണ്. എന്നിട്ട് അപ്പം തന്നെ ഫില്ലാവും. 2 കുട്ടികളെ ഇതുവരെ നടന്നൊക്കെ വേദനിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ബ്ലോക്കായപ്പോൾ വണ്ടിക്ക് പോവുകയാണ്. ഓടിക്കളിച്ചാണ്ട് ഇങ്ങനെ ഓടിക്കളിച്ചാൽ വേഗം എത്തും എന്ന് പറഞ്ഞിട്ട് ക്ഷീണിക്കില്ല. ഫറൂഖ് പാലത്തിലൊക്കെ ലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട്.